അത് നമ്മൾ ഹിന്ദുക്കൾക്ക് രൂപ കൊടുക്കും. അത് നമ്മൾ ക്രിസ്ത്യാനിക്കിട്ട് രൂപ കൊടുക്കും. ഇസ്രായേൽ എന്ന രാജ്യം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെയും കേരളത്തിന്റെ അത്രയും പോലും വലിപ്പമില്ലാത്ത ഈ കൊച്ചു രാജ്യത്ത് ഇന്ന് ലോകം ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് മുസ്ലിംസിന് കൂടി രൂപ കൊടുക്കാം. കണ്ണൂർ തളിപ്പറമ്പിലെ തീപിടുത്തത്തിനിടെ എതിർവശത്തെ ഹൈപ്പർ മാർക്കറ്റിൽ മോഷണമെന്ന് പരാതി. പർദ്ദയിട്ട് മുഖം മറച്ച് സ്ത്രീ മോഷണം നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. നെബ്രാസ് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് 10,000 രൂപയുടെ സാധനങ്ങളാണ് മോഷ്ടിച്ചത്. പ്രണയിച്ച വ്യക്തി നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് പോയോ? പിണക്കമായിട്ട് തിരികെ കൊണ്ടുവരാൻ വിളിക്കുക, പേര് നക്ഷത്രം വാട്സപ്പ് ചെയ്യുക. അവന്റെ ഇരിപ്പ് കണ്ടാൽ തന്നെ നോക്കുന്നൊരു വാട്സാപ്പ് ചെയ്യാൻ തോന്നുന്നു. എടാ 2025 നീ ഇപ്പോഴും 90കളിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണോ? എന്റെ വാട്സാപ്പ് നമ്പർ നീ ആയിട്ട് തന്നെ കൊടുത്താൽ മതി. കുറച്ച് തെറിവിളികളൊക്കെ വരുവേ, മാനേജ് ചെയ്തേക്കണേ. ഇങ്ങനെ പറയണങ്ങള്. ഇസ്രായേൽ എന്ന രാജ്യം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെയും ഞാൻ ന്യായീകരിക്കുന്നില്ല. വയ്യേ എന്ന മുൻകൂർ ജാമ്യം കാര്യം പറയുന്നു. കേരളത്തിന്റെ അത്രയും പോലും വലിപ്പമില്ലാത്ത ഈ കൊച്ചു രാജ്യത്ത് ഇന്ന് ലോകം ഭയപ്പെടുന്നുണ്ടെങ്കിൽ കൊച്ചു കമോൺ എന്നാ പറയാടാ മോണിസ്റ്ററെ കാണിക്കാൻ നീ എഴുതപ്പെട്ട വചനം സത്യമായതുകൊണ്ട് മാത്രമാണ്. അപ്പൊ ഒരു കൂട്ടരെ മാത്രം താങ്ങി പിടിക്കുവാണെങ്കിൽ അത് മതഭ്രാന്തല്ലേ? കർത്താവിന്റെ നാമം വഹിക്കുന്നത് കാണുമ്പോൾ ഭൂമുഖത്തുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. 2 വാണങ്ങൾ ഒറ്റ ഫ്രെയിമിൽ. എന്നാൽ ഈ ഫലസ്തീനിലെ കൊച്ചു കുഞ്ഞിന്റെ പോലും തന്റെ ഇടവന്മാർക്കാർക്കില്ല. എന്താ കാരണം അറിയാമോ? ഈ അച്ഛൻ വാണം പറഞ്ഞു കൂട്ടുന്ന വേളത്തിലോ അത് കണ്ട് റിയാക്ട് ചെയ്യുന്ന ഈ വാണവും തമ്മിൽ എന്താണ് വ്യത്യാസം ശരിക്കും? കാലത്തിന്റെ കാവ്യനീതി ഇന്നോ നാളെയായിട്ട് നിങ്ങളങ്ങ് എല്ലാം അവസാനിച്ചൊന്ന് വിചാരിക്കണ്ട. കാണാൻ നമുക്ക് ഇൻഷാ അല്ലാഹ്. അവിടെ താനും ഇപ്പൊ അച്ഛനും തമ്മിൽ എന്താണോ വ്യത്യാസം? 2 വാണങ്ങളും കൂടി ഇരുന്ന് എന്ത് വ്യാളത്തിലോ പറഞ്ഞു കൂട്ടാവുന്നതാണോ? ഒരാളോട് മാത്രം ജീവിതത്തിൽ ഇഷ്ടം തോന്നിയിട്ടും ആ വ്യക്തി നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ പേര് നക്ഷത്രം വാട്സപ്പ് ചെയ്യുക. അതിന് സിനിമ പാട്ട് വിട്ട് വെച്ചേക്കുന്നോടാ നീ. ഞാൻ ഉണ്ടായിരുന്ന പള്ളിയിൽ ഉസാമ ബിൻ ലാദന് വേണ്ടി മയ്യത്ത് സ്കെച്ച് ഉണ്ട്. അത് ഞാൻ കണ്ടിട്ടുള്ള പറയണ്ട, അത് നിങ്ങൾ എടുക്കും. ഏതെങ്കിലും പള്ളിയുടെ പേര് പറ. അവിടെ അന്ന് ഇമാം ഇന്ന് ജാമിദാണ് കൂടെ പറഞ്ഞ് തള്ളിവിട്. ഞാൻ ഇതിനു മുമ്പ് ഞാൻ കഴിഞ്ഞ വീടിലും പറയുണ്ടായി, ഈ ആരിഫ് ഹുസൈനെ ശരിക്കും പറഞ്ഞ പൊക്കൊണ്ടുവരുന്ന ആരാ? അങ്ങോട്ട് പറ. എടോ വല്ല പള്ളിയിലും പോയി ഞാൻ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കേണ്ട സമയത്ത് ഈ ആരിഫ് ഹുസൈനെ പൊക്കിക്കൊണ്ട് നടന്നാൽ ആരിഫ് ഹുസൈൻ എന്താണോ ആഗ്രഹിച്ചത് അതാണ് നടക്കുന്നത് ഇവിടെ. സത്യം പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ ഒരു നാരങ്ങ മുട്ടായി, ഒരു മഞ്ച് വണ്ണം മേടിച്ചാൽ ആരിഫ് ഹുസൈനെ റിയാക്ട് ചെയ്താൽ കുറച്ച് ചിക്കിലി ഉണ്ടാക്കാം. അത് കണ്ട് കുറെ എണ്ണങ്ങൾ വന്ന് കമന്റ് ചെയ്യും, പുള്ളിക്ക് കുറച്ച് റീച്ച് കിട്ടും. അതാണ് പുള്ളിയുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് 10 ആള് വേണം. നിങ്ങൾ പറഞ്ഞ കഥ എടുക്കണമെങ്കിൽ ഞാൻ ഒരാൾ വെച്ച് എടുക്കണം. പൈസ എവിടുന്ന് കിട്ടിയാലും ഉസ്താദ് ഹാപ്പി. യൂട്യൂബിൽ വരുന്ന പരസ്യം പോലും ജൂതന്മാരുടെ ആണെങ്കിലും അതൊന്നും ഉസ്താദായിട്ട് പ്രശ്നമല്ല. ഓരോ പള്ളിയിലും ഇപ്പൊ ആരിഫ് ഹുസൈനെ പറ്റി സംസാരിച്ചോണ്ടിരിക്കുക. സത്യം പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ ഒരു നാരങ്ങ മുട്ടായി, ഒരു മഞ്ച് വണ്ണം മേടിച്ചാൽ. ആ വ്യക്തിയുടെ വീഡിയോ കാണരുത് പറഞ്ഞാൽ ആരെങ്കിലും കാണാതിരിക്കും, അപ്പൊ പോയി കാണാം. അതാണ് മലയാളികൾ. അപ്പോ സ്വയം ഇമാതിരി കോമാളി ആവല്ലേ. നീ നിന്നെ വലിയ ഇഷ്ടമാണോ മുത്തേ? നീ സത്യം പറ. ശരിക്കും പൊട്ടനാണോ അതോ പൊട്ടനായിട്ട് അഭിനയിക്കുവാണോ? നാട്ടിൽ ഇന്നലെ ഒരു തെയ്യം ഉണ്ടായി, കൊളച്ചേരിയിൽ ചാത്തമ്പള്ളിക്കാവിൽ ഇന്നലെ ഒരു തെയ്യം ഉണ്ടായി. അപ്പൊ ആ തെയ്യത്തിന് ഞാനും പോയി. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, അവളുടെ കൂടെ പോയ. അപ്പോ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായി തെയ്യം കാണണം, എക്സ്പീരിയൻസ് ചെയ്യണം, എക്സ്പ്ലോർ ചെയ്യണം തോന്നി. ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. അങ്ങനെ ഞാൻ അവളുടെ കൂടെ പോയി. ഇന്നലെ ഒരു വീഡിയോ എടുത്തിട്ട് സ്റ്റോറി ഇട്ടിട്ട് ആ സ്റ്റോറി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കുറെ ആൾക്കാർ എന്റെ ഫാമിലി മെമ്പേഴ്സിനെ അയച്ചു കൊടുത്തിട്ട് എന്റെ ഫ്രണ്ട്സിനെ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, എടാ ഇവിടെ എന്താ മതം മാറിയോ, ഇവിടെ ഹിന്ദു ആയോ? ഒരു പെൺകുട്ടി തട്ടെടുത്ത് അമ്പലത്തിൽ പോയി വെച്ചിട്ടോ, ഒരു ഹിന്ദുക്കുട്ടി കുറി വെച്ചിട്ട് പള്ളിയിലേക്ക് വന്നിട്ടെന്ന് വെച്ചിട്ടോ മതം മാറണോ? അങ്ങനെയൊക്കെ ഉണ്ടോ? എനിക്ക് മതമുണ്ട്, മതഭ്രാന്തില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. എന്നെ അറിയുന്നവർക്കറിയാം, എന്റെ തറവാട് ഒരുപാട് ഹിന്ദു വീടിന്റെ അടുത്താണ് എന്റെ ഒരു വീട് തറവാട് വരുന്നത്. അവിടെ കുറച്ച് അപ്പുറം ഇപ്പുറത്തായിട്ട് മുസ്ലിംസ് ഹിന്ദു നമ്മൾ അങ്ങനെയായിട്ട് വളർന്നവരാ. ഇതുവരെ എനിക്ക് ഹിന്ദു ആവണമെന്ന് തോന്നിയിട്ടില്ല. പിന്നെ കളിക്കുന്ന സമയത്ത് ചെറിയ പ്രായത്തിൽ നമ്മൾ പൊട്ട് വെച്ചിട്ടും അവര് തട്ടൊട്ടിട്ടൊക്കെ കളിച്ചിട്ടുണ്ടായി. എന്ന് കരുതി ഇതൊക്കെ വലിയ കാര്യമാക്കി എടുത്തിട്ട് വലിയ ഘോരമായിട്ട് പ്രസംഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്രേ ഉള്ളൂ. ശരിക്കും ഒരു പറയുന്നൊരു പോയിന്റ് ഇല്ലേ, ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയി എന്തെങ്കിലും കണ്ടെന്ന് പറഞ്ഞോ അല്ലെങ്കിൽ ഒരു ചന്ദനക്കുറി തൊട്ടെന്ന് പറഞ്ഞോ നിങ്ങളുടെ വിശ്വാസം താർന്നു പോകും. അത്രേ ഉള്ളൂ നിങ്ങളുടെ വിശ്വാസം. ഇത്രയും പവറേ ഉള്ളോ നിങ്ങളുടെ വിശ്വാസത്തിന്?
ഞാൻ കരുതി ചോദിച്ചതാ. അങ്ങനെ പോകുന്ന വിശ്വാസം ഉള്ളോ നിങ്ങളുടെ മതത്തിന്? എന്തോന്നടേ സ്വയം വില കളയാതെ. എന്റെ ഉമ്മക്കും എന്റെ വീട്ടുകാർക്കും ഇല്ലാത്ത പ്രശ്നം എന്താ നിങ്ങൾക്ക്? ഞാനൊരു തെയ്യത്തിന് പോയി വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചൊറിച്ചില്ല? അത് സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്തിട്ട് അയച്ചിട്ടാ ഇവള് മതം മാറുക, ഇവള് മുസ്ലിം അല്ലേ, ഇവളെന്താ എന്താ പറഞ്ഞ പോലെയോ, അതെന്താ അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടോ? ഈ ഹിന്ദു മുസ്ലിം എന്നൊക്കെ മതം തന്നെ നിങ്ങൾ ഉണ്ടാക്കിയതല്ലേ? പ്രത്യേകിച്ച് നമ്മൾ കണ്ണൂർക്കാർ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. കാരണം നമ്മുടെ കണ്ണൂരിൽ ഈ അമ്മമാരായാലും നമ്മുടെ ബാങ്ക് കേട്ടിട്ട് വിളക്കത്തിക്കുന്ന ടീമാ അല്ലേ? ഇനി ആയിക്കോട്ടെ പാപ്പനശ്ശേരിയിലും ഉറൂസിന് എത്ര ഹിന്ദുക്കൾ വരുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ മക്കാമിന്റെ ഉള്ളിൽ കയറിയിട്ട് വെള്ള പുടവ കൊടുക്കാനും കുട്ടികളുടെ ഡ്രസ്സ് കൊടുക്കാനൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. നമ്മുടെ പറശ്ശിനി അമ്പലത്തിൽ എത്ര മുസ്ലിം കുട്ടികൾ ഉച്ചക്ക് പോയി ഫുഡ് കഴിക്കുന്നുണ്ട്, അവിടെ പോയിട്ട് മുത്തപ്പനെ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്നെ ചിന്തിച്ചു നോക്കി, ഈ പറയുന്ന ആൾക്കാർക്ക് ഹിന്ദു കുട്ടികൾ ഫ്രണ്ട്സ് ഇല്ലേ? ഇനിയിപ്പൊ നിങ്ങൾ നാളെ പിറ്റേന്ന് റോഡ് സൈഡിൽ വീട് എടുക്കുമ്പോൾ മുസ്ലിങ്ങൾ മാത്രം വന്നിട്ട് എടുത്താൽ മതി എന്നാണോ പറയാ? കുറച്ചെങ്കിലും കോമൺ സെൻസ് ഉണ്ടെങ്കിൽ മനുഷ്യന്മാരായിട്ട് കാണാൻ നോക്കുക. ഞാനിപ്പം ഇനിയും ഞാൻ തെയ്യം കാണാൻ പോകും, ഞാൻ ഇനിയും മുത്തപ്പനെ കാണാൻ പോകും, എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ചെയ്യും എന്ന് കരുതിയിട്ട് ഞാൻ എന്റെ മതത്തിനെ തള്ളി പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ ഇത്ര നേരം മനുഷ്യത്വമായിട്ട് സംസാരിച്ച അവസാനം എന്താ പറഞ്ഞു നിർത്തി? അവളുടെ മതം എനിക്ക് എന്റെ മതം, അവളെ മതത്തിൽ വിശ്വസിക്കുന്നു, ഞാൻ എന്റെ മതത്തിൽ വിശ്വസിക്കുന്നു. എന്റെ മതത്തിനെ കുറിച്ച് ഓളും കുറ്റം പറയാറില്ല. എല്ലാവരുടെ ഉള്ളില് ചെറിയ രീതിയിലൊരു മതമുണ്ട്. എന്റെ മതത്തിനെ കുറിച്ച് ഓളും കുറ്റം പറയാറില്ല, ഓളെ മതത്തിനെ കുറിച്ച് ഞാൻ കുറ്റം പറയാറില്ല. മനുഷ്യത്വമായി സംസാരിക്കുന്ന ഈ പെൺകുട്ടിയുടെ ഉള്ളിൽ പോലും ചെറിയ രീതിയിൽ മതം വന്നു അല്ലെ? അവസാനം പറഞ്ഞു നിർത്തിയ എങ്ങനെയാ? നിങ്ങൾക്ക് എന്താ പ്രശ്നം? എനിവേ ഇതിനു വേണ്ടി പ്രതികരിച്ചതിന് ഒരു ബിഗ് ക്ലാപ്പ്. അത് പറയാതിരിക്കാൻ വയ്യ. തന്റെ വളത്തിന് ഒരു കൈയടി വേണമല്ലോ. ഒരു തെയ്യത്തിന്റെ സ്റ്റോറി ഇട്ടെന്ന് കരുതി അത് വലിയ തെറ്റായിട്ടൊന്നും നിങ്ങൾ എടുക്കാൻ പാടില്ല. പക്ഷെ കുറച്ചുകൂടി ഒന്ന് ഇരുത്തി ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ മതവും കൊതവും ഇല്ല എന്നുള്ളൊരു റിയലൈസേഷനിലേക്ക് നമ്മൾ എത്തും. നിങ്ങളല്ല എങ്ങനെയാ നിങ്ങളെ മക്കളെ വളർത്തുന്നത്? ഇങ്ങനെയായ നിങ്ങളെ മക്കൾക്ക് ഒരു നല്ല ഭാവി ഉണ്ടാവും. അവർക്ക് മനുഷ്യത്വത്തിൽ വളരണം. ഈ വർഗീയത ഇപ്പോഴേ കുത്തിവെച്ച് ഇഞ്ചക്ട് ചെയ്തിട്ടൊന്നും വളരണം. ശരിക്കും പറഞ്ഞാൽ ഈ മതവും കൊതമൊന്നും പറഞ്ഞു നടക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഉള്ളിൽ കീപ്പ് ചെയ്യുക. പിന്നെ ഈ ഒരു കോണ്ടാക്സിന്റെ ഭാഗമായിട്ട് അതിനെപ്പറ്റി സംസാരിച്ചതിൽ കുഴപ്പമില്ലെന്ന് നമുക്ക് കരുതാം. എനിക്ക് മതമുണ്ട്, മതഭ്രാന്തില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഒരു മുസ്ലിം കുട്ടി ഒരു അമ്പലത്തിൽ പോയി ഓളെ വിഷമം പറഞ്ഞ് പ്രാർത്ഥിച്ചെന്ന് വെച്ചിട്ട് ഞാൻ ആ കുട്ടിയെ തള്ളി പറയൂല, ആ കുട്ടി ഹിന്ദു എന്ന് പറയൂല. എന്റെ ഫ്രണ്ട്സ് ഹിന്ദു കുട്ടികളുണ്ട്. നമ്മൾ നേരിട്ടുണ്ട് അസ്സലാമു അലൈക്കും പറയും, അസ്തഗ്ഫിറുല്ലാഹ് പറയും. അൽഹംദുലില്ലാ. നിങ്ങൾ ഇപ്പോഴേ ഇങ്ങനെ കഴിക്കണം. നിങ്ങളിൽ ഇനി വരാൻ പോകുന്ന തലമുറകളിൽ അത് ബാധിക്കുക. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് വെറുതെ വിട്ടേക്ക്. ഞാൻ ഇനിയും തെയ്യത്തിന് പോകും, ഇനിയും ഞാൻ അമ്പലത്തിൽ പോകും. എന്റെ ഇഷ്ടം, എന്റെ സൗകര്യം. ഓക്കെ, നമുക്ക് ഒരു ലിമിറ്റേഷനും ഒരു റെസ്ട്രിക്ഷനും ഉണ്ട്. അമ്പലത്തിലായാലും പള്ളിയിലായാലും ഇതിനപ്പുറം പോകാൻ പാടില്ല എന്നുള്ള. അപ്പൊ ദയവ് ചെയ്തിട്ട് എന്റെ സ്റ്റോറി കാണാൻ താല്പര്യമില്ലാത്തവർ എന്നെ അൺഫോളോ ചെയ്തിട്ട് മ്യൂട്ട് അടിച്ചിട്ട് പോയിക്കോ, ഹൈഡ് ചെയ്തിട്ട് പോയിക്കോ. ഞാനിപ്പം തട്ടയച്ചെന്ന് വെച്ചിട്ടും ഞാൻ ഹിന്ദു ആവണമെന്നില്ല, എന്റെ ഫ്രണ്ട് തട്ടിട്ടെന്ന് വെച്ചിട്ടും അവൾ മുസ്ലിം ആവണമെന്നില്ല. നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഇതിന്റെ ഇടയിൽ വെറുതെ വർഗീയത കൊണ്ടുവന്നിട്ടും മതഭ്രാന്ത് കൊണ്ടുവന്നിട്ടും ഒരു വെറുതെ ഒരു പ്രശ്നത്തിന് നിൽക്കല്ലേ. ഓക്കെ, എങ്ങനെ ഇരിക്കുന്നു? മതിയായ ഒരു ഹിന്ദു മുസ്ലിം കല്യാണം കഴിച്ചാൽ പേര് മാറ്റും, റിലീജിയൻ മാറ്റും, ഐഡന്റിറ്റി പോകും, ലോകമിടിഞ്ഞു വീഴും, വീട്ടുകാരുണ്ടാവില്ല എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിന്റെ ബാക്കിയായിരിക്കും നിങ്ങൾ കാണാനായിരിക്കുന്നത്. ഇതിന്റെ ബാക്കി നമ്മൾ ഉടനെ റിയാക്ട് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ. അടുത്തൊരു റിയാക്ഷൻ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. സോ ബൈ ഫോർ നൗ.